ഹല്ലേലൂയായിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 51:11. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. Psalms 51:11. Do not send me away from you. Do not take your Holy Spirit away from me. ഈശോയെ, ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ പ്രഭാതത്തിലും എല്ലാ വൈകുന്നേരങ്ങളിലും ഏറ്റുചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമ്മൾക്ക് തമ്പുരാൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു കൃപ ഉണ്ടാകുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ തന്നെ തള്ളിക്കളയരുതേ. ഇന്നത്തെ പ്രഭാതം മുതൽ ഇന്നത്തെ പ്രദോഷം വരെ കർത്താവേ, ഞാൻ കണ്ടുപോയിട്ടുള്ള, ഞാൻ ചെയ്തു പോയിട്ടുള്ള, ഞാൻ സംസാരിച്ചു പോയിട്ടുള്ള, എൻ്റെ ഉള്ളിലുണ്ടായിപ്പോയിട്ടുള്ള എല്ലാത്തരം ചിന്തകൾക്കും പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഒക്കെ ഈ ലോകത്തിൻ്റേതായ പാപത്തിലൂടെയൊക്കെ കടന്നുപോയ അവസരങ്ങളാണ്. ഇവയെല്ലാം എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നഷ്ടപ്പെടാനേ ഉപകരിക്കൂ. ഒരിക്കലും ഒരു പരിശുദ്ധാത്മാവിനെ കൂടുതൽ സ്വീകരിക്കുവാൻ, നവീകരിക്കുവാൻ ഇന്നത്തെ എൻ്റെ ജീവിത ശൈലിക്ക് സാധ്യമല്ല കർത്താവേ എന്ന് തമ്പുരാനോട് നമുക്ക് എല്ലാ ദിവസവും ഏറ്റുപറയാൻ, ദാവീദിനെ പോലെ അനുതപിക്കുവാൻ, പശ്ചാത്തപിക്കുവാൻ പറ്റിയ മനോഹരമായൊരു വചനമാണ് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ടുള്ള ഈ ഒരു വചന ഭാഗം. അവിടുത്തെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇതിൽ നിന്ന് എടുത്തു കളയരുതേ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം നമ്മുടെ ഉള്ളം നിറയെ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ, പാപഭംഗനങ്ങൾ ഒക്കെ ഉള്ളതാണ്. ഇവയെല്ലാം ഓർത്ത് തമ്പുരാൻ്റെ മുന്നിൽ നമ്മൾ അനുദപിക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ പലതരത്തിലുള്ള സംസാരങ്ങൾക്ക്, വിചാരങ്ങൾക്ക്, വികാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്ന വ്യക്തിത്വങ്ങളാണ് ഇന്നത്തെ കാലത്ത്. പ്രത്യേകം ഇവയൊക്കെ സ്വാഭാവികമാണെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലെല്ലാം നോക്കിയിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരങ്ങളും എന്നും ചെല്ലാവുന്നൊരു പ്രാർത്ഥനയാണ്, ഒരു വചനഭാഗമാണ് ഇത്. ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഈ വചനത്തെ ഹൃദയത്തോട് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായത്തിൽ ഒരു ആത്മനിയന്ത്രണത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയെപ്പറ്റി പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എൻ്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല, എൻ്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യില്ല. എൻ്റെ പിതാവും ദൈവവുമായ കർത്താവേ, എൻ്റെ ദൃഷ്ടികൾ ഔദിത്യം നിറഞ്ഞതാകരുതേ, അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ. അമിതം ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ ചേർക്കുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഏറ്റുപറയാവുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രഭാഷകൻ്റെ 23-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളും സങ്കീർത്തനം 51:11. എൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ, ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടമുണ്ടാകാതിരിക്കുവാൻ, ശത്രുക്കൾക്ക് വിധേയപ്പെട്ട് കൊടുക്കാതിരിക്കുവാൻ, ശത്രു നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ കയറി ഇരിപ്പ് ഉറപ്പിക്കാതിരിക്കുവാൻ ദൈവത്തോട് എന്നും ചെല്ലാവുന്ന മനോഹരമായ പ്രാർത്ഥനകളെ ഈ പരിശുദ്ധാത്മാ അഭിഷേകത്തിൻ്റെ ദിനങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാം. അവിടുത്തെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ തക്കവണ്ണം വിശുദ്ധിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് വലിയ അഭിഷേകം കൊണ്ട് നിറയുവാൻ പെന്തക്കോസ്തിയുടെ അനുഭവ ദിനങ്ങളിലേക്ക് ഏറ്റവും അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നമ്മളെല്ലാവരും നിറയുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. കാരുണ്യവാനായ പുണ്യതമ്പുരാനെ, പെന്തക്കോസ്തിയുടെ ഏറ്റവും അടുത്ത നാളുകളിലേക്കൊക്കെ നാൾ കടന്നു വരുമ്പോൾ
ഞങ്ങളുടെ ആത്മാവിൻ്റെ നിയന്ത്രണം, ഞങ്ങളുടെ ആത്മാവിൻ്റെ പരിപാലനം കർത്താവേ, ഞങ്ങളിൽ നിന്ന് കൈവിട്ടു പോകുന്ന നിമിഷങ്ങൾ പലപ്പോഴുമുണ്ട്. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവെ, പല തരത്തിലുള്ള അധമവികാരങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെട്ടു പോകാറുണ്ട്. തെറ്റായ ചിന്തകൾ, മാനുഷികമായ പ്രലോഭനങ്ങൾ ഒക്കെ ഞങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കാറുണ്ട്. കർത്താവെ, അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആത്മാവിന് ഞങ്ങളുടെ ഉള്ളിൽ ഒരു നവീകരണം പോലും ഉണ്ടാകാതെ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഞങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അങ്ങ് വ്യാപൃതമായിക്കൊണ്ടേയിരിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ ആത്മാവിനെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, പാപചിന്തകൾ ഞങ്ങളിൽ നിന്നും മാറ്റിത്തരണമേ. കർത്താവേ, ഞങ്ങൾ ചെയ്തു പോകുന്ന അതിക്രമങ്ങൾ ഞങ്ങളിൽ നിന്നും ഒഴിവാക്കി തരണമേ. കർത്താവേ, മാനുഷികമായ ചാബല്യങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ സംസാര രീതികൾ ഞങ്ങളിൽ നിന്നും ഒഴിവാക്കി തരണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന അധമ വിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും മാറ്റിത്തരണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന് ഇരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ശരീരങ്ങളെയും ഞങ്ങളുടെ മനസ്സിനെയും ഒരുക്കണമേ. അങ്ങനെ കർത്താവേ, അവിടുത്തെ പിതാവിനോടും അങ്ങയോടും ചേർന്ന് ഒട്ടി നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെയും സഹായിക്കുമാറാകണമേ. ആമേൻ.